ഇന്നലെ എൻ്റെ അനിയത്തി +1 എക്സാമിന് പോകലെ കേട്ടോ. പോകുമ്പോൾ ഇങ്ങനെ എൻ്റെ എക്സാമിൻ്റെ ഒരു കാര്യം ഓർമ്മ വന്നിട്ടോ. അതായത് ഒരു 6 വർഷം മുന്നേ എൻ്റെ +1 മോഡൽ എക്സാം ഞങ്ങൾക്ക് അധികം ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉണ്ടാവുക. അപ്പോൾ ഒരു ദിവസം ഫിസിക്സ്, പിറ്റേ ദിവസം കെമിസ്ട്രീന്. അപ്പോൾ ഫിസിക്സിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടഫ്. ഞാൻ പറഞ്ഞു, ഇതിനാണ് എക്സാം ചെയ്യുന്നത്, എനിക്കൊന്നും കഴിയില്ല, നാളത്തെ എക്സാം ഇതായെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കി. പിന്നെ ക്ലാസ്സിൽ ലീവ് എടുക്കാൻ സമ്മതിക്കാത്ത ഇങ്ങനെയാണല്ലോ ഇപ്പോൾ എക്സാമിന് ലീവ് എടുക്കാൻ സമ്മതിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് വീട്ടിൽ വന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പം ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഉച്ചവരെ ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ഈ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി ജീപ്പിൽ ഇങ്ങോട്ട് പോകും. അങ്ങനെ ഇപ്പം എന്താ എക്സാം ഒന്നും ഇല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, എനിക്ക് എവിടെ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഞാൻ ചോദിച്ചു, എക്സാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. എൻ്റെ എക്സാം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ എക്സാം കഴിഞ്ഞു. ഞാൻ എന്താ ചോദിക്കുന്നത്, അപ്പോൾ അവർക്ക് രാവിലെ ആയിരിക്കും. പിന്നെ ഞാൻ ആലോചിച്ചു, +1 മോഡൽ എക്സാം ഒക്കെ അങ്ങനെ രാവിലെ ഒരു സ്കൂൾ വൈകുന്നേരം ഒന്നും നടക്കൂലല്ലോ എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്കെന്തോ കത്തി. അപ്പം ഞാൻ നല്ല ജീപ്പ് എടുത്തിക്കില്ലായിരുന്നു. അപ്പം ഞാൻ എന്നോട് ഒരു സാധനം എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ഞാൻ മെല്ലെ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലെത്തി പെരും സീന്. വ്യത്യാസം ഞാൻ ക്ലാസ്സിൽ ചെന്നപ്പം കുട്ടികളൊക്കെ വന്നിട്ട് എനിക്ക് പറഞ്ഞ പോലെ ചെയ്തല്ലായിരുന്നു, എന്നാലും ഇങ്ങനെ വീട്ടിൽ നിന്ന് സമ്മതിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇത്. ഞാനാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുകളിൽ നിന്ന്. ഇങ്ങനൊക്കെ ആരെങ്കിലും അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടിന് താഴെ കമന്റ് ചെയ്തിട്ട്. ഓക്കെ, ബൈ.